മാവേലിക്കര ശ്രീ മേലാങ്കോടി യക്ഷിക്ഷേത്രം. നാഗർകോവിലിനടുത്തുള്ള പത്മനാഭപുരം നീലകണ്ഠ ക്ഷേത്രത്തിലെ പൂജാരിക്ക് അതിസുന്ദരികളായ 2 പെൺമക്കളുണ്ടായിരുന്നു, ചെമ്പകവല്ലിയും നീലാദേവിയും. ഒരിക്കൽ മാർത്താണ്ഡവർമ്മയുടെ പടത്തലവനായിരുന്ന പത്മനാഭൻ കുമാരപൂജ തൊഴുത് തിരികെ വരും വഴി അഗ്രഹാരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അതിസുന്ദരികളായ ഈ പെൺകുട്ടികളെ കാണുകയും അന്തപുരത്തിലേക്ക് കൊണ്ടുവരാൻ പറയുകയും ചെയ്യുന്നു. അക്കാരണത്താൽ സ്വന്തം അച്ഛൻ തന്നെ മക്കളെ നീലകണ്ഠസ്വാമി ക്ഷേത്രകുളത്തിൽ തള്ളിയിട്ട് കൊല്ലുന്നു. പിന്നീട് അവർ യക്ഷിയായി വരികയും ആ ദേശം മുഴുവൻ രോഗദുരിത പ്രശ്നങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കൊട്ടാരം ജ്യോതിഷൻ പ്രശ്നം വെച്ച് ഇതിന് കാരണക്കാരായ 2 കന്നി പെൺകുട്ടികളാണെന്നും അവരെ കൗള സമ്പ്രദായത്തിലിരുത്തി ആചരിക്കണമെന്ന് കണ്ട കാരണത്താൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് മേലാങ്കോടി ശിവക്ഷേത്രത്തിൽ ചേട്ടത്തിയനീതിമാരെ ഇരുത്തുകയും പൂജ കഴിക്കാനായി ആ ദേവിമാരുടെ കുടുംബക്കാരെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് മേലോങ്കോട്ടമ്മമാരുടെ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും മൂത്ത കാരണവരാണ് ദേവിമാരെ നാഗർകോവിലിൽ നിന്നും ഹരിപ്പാട് ആയാപറമ്പിലേക്ക് കൊണ്ടുവന്ന് ആരാധിക്കാൻ തുടങ്ങിയത്. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവുമായുള്ള യുദ്ധകാലത്ത് അവിടുന്ന് പലായനം ചെയ്ത് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തെ പേരൂർ കിഴക്കേടം എന്ന സ്ഥലത്ത് പനയുടെ ചുവട്ടിൽ വെച്ച് ആരാധിക്കുകയും പിന്നീട് ഇപ്പോഴുള്ള ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പൂർവികരായി പറഞ്ഞുകൊടുത്ത പൂജാതികർമ്മങ്ങളും മൂലമന്ത്രങ്ങളും രുചിജിത് സമ്പ്രദായത്തിൽ പൂജകൾ നടത്തിവരികയും ചെയ്യുന്നു. അന്നദാനപ്രിയയായ ദേവിക്ക് കാര്യസാധ്യത്തിന് വെള്ളം കുടിയും പടുക്കയുമാണ് പ്രധാന വഴിപാട്. ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ദക്ഷിണ വാങ്ങുന്നില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ക്ഷേത്രത്തിലെ മേൽശാന്തിയായ ശ്രീ മേലോങ്കോട് പുളിയാമ്പള്ളി കണ്ണൻ തിരുമേനി ജ്യോതിഷപ്രകാരമുള്ള പ്രശ്നങ്ങൾക്കും ക്ഷേത്രത്തിലെത്തുന്നവരുടെ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരികയും ചെയ്യുന്നു. കർക്കിടക മാസത്തിലെ ഉത്സവത്തിന് അഗ്നികരകം, എണ്ണ നീരാട്ട്, മഞ്ഞൾ നീരാട്ട്, പൊങ്കാല നീരാട്ട് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ.